ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ KR ഫർണിച്ചർ മാർട്ട്. ബദൽ സംവിധാനം ഒരുക്കാതെ ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത്. നേരത്തെ രണ്ടാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയായിരുന്നു. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശോച്യാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരി യോഗ്യമല്ലാത്തതാണ് ഇപ്പോൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. രണ്ടാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നേരത്തെ ഒന്നാമത്തെ പാതയിലെടുത്ത അടിപ്പാതയുടെ അടിത്തറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ വാഹന ഗതാഗതത്തിന് പ്രയോജനപ്പെടുത്താവുന്ന സാഹചര്യമില്ല. ചിമ്മിനി വരന്തരപ്പള്ളി റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്ററിൽ ഇടത്തോട്ട് തിരിഞ്ഞ് ടേൺ തിരിഞ്ഞ് ദേശീയപാത മുറിച്ചു കടന്ന എതിർവശത്തെ സർവീസ് റോഡിലെത്തിയ ശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വിധമാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 26 മുമ്പ് സർവീസ് റോഡുകൾ ശോച്യാവസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യമൊരുക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 3.5 മാസത്തിന് ശേഷവും സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടില്ല. ഇവിടെ മെറ്റൽ വിരിച്ചത് അതേപടി കിടക്കുന്നതിനാൽ പൊടിശല്യവും രൂക്ഷമാണ്. സർവീസ് റോഡ് പൂർത്തിയാകാത്ത ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വാഹനത്തിരക്ക് രൂക്ഷമായിരുന്നു. ദേശീയപാതയിൽ മണലിപ്പാലം വരെയും പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരി എത്തിയിരുന്നു. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ആമ്പല്ലൂരിൽ വരുന്നത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് കഴിഞ്ഞ മാസം 12-നാണ് അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചത്. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത. നേരത്തെ നിശ്ചയിച്ച ഇന്റർവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർ പാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 പില്ലറുകളിൽ വെഹിക്കുലർ അണ്ടർ പാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് പുതുക്കാട് ന്യൂസ്. ഫർണിച്ചർ വിപണന രംഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തതയാർജിച്ച KR ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് ഏവർക്ക് സ്വാഗതം. ഡ്യൂറോഫ്ലെക്സ്, പെപ്സ്, റീപോസ്, റെബ്കോ, കുർലോൺ, കൊയ്റോൺ തുടങ്ങി 20-ലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് 15% മുതൽ 40% വരെ ഡിസ്കൗണ്ട്. യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചും സൗജന്യം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ KR ഫർണിച്ചർ മാർട്ട്.